ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പോലീസ് പരിശോധന. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഈ ഒരു റെയ്ഡിന് സമാനമായ നടപടി തന്നെയാണ് പോലീസ് അവിടെ നടത്തിയത്. എന്തെങ്കിലും രേഖകൾ കണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നോ? പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നേരത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ, കേണിച്ചിറയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത് പോലീസ് സംഘം. അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് NM വിജയന്റെ കത്തിടപാടുകളുമായി ബന്ധപ്പെട്ട കത്തിൽ പേരുകൾ ഉള്ള ആളുകൾ എന്ന നിലയിൽ പ്രതിപട്ടികയിലുണ്ട് IC ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ND അപ്പച്ചനും KK ഗോപിനാഥനും ഉൾപ്പെടെയുള്ളവർ. നേരത്തെ ഈ KK ഗോപിനാഥന്റെ വീട്ടിൽ നിന്ന് രേഖകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന്, ഈ IC ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് രേഖകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. പക്ഷേ അത്തരത്തിൽ രേഖകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഉച്ചയോടെ 45 മിനിറ്റോളം പരിശോധന നീണ്ടു. പ്രത്യേകിച്ച് സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആ പരിശോധനയിൽ അത്തരത്തിലുള്ള രേഖകൾ, അതായത് ഇതിൽ തെളിയിക്കാവുന്ന, കേസിൽ ബലം കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു തരത്തിലുള്ള തെളിവുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നാളെ IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകും. സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കമുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടിയിലേക്ക് നാളെ കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. AR ക്യാമ്പിൽ വെച്ചാവും നാളത്തെയും ചോദ്യം ചെയ്യൽ നടക്കുക. നേരത്തെ ND അപ്പച്ചൻ, അതോടൊപ്പം തന്നെ KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റും സമാനമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് എല്ലാവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ NM വിജയന്റെ കത്തുമായി ബന്ധപ്പെട്ട്, ഈ കത്തിൽ വന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കത്തിലും ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പിലും പേര് പരാമർശിക്കുന്നുണ്ട്. ആ പേര് പരാമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. എന്തായാലും നാളെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുന്നത്. ആ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യം നിലവിലുണ്ട്. ആ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും അറസ്റ്റ് മാത്രമായി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുന്ന നടപടിയാകും ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നതും. വിജയകുമാർ. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് IC ബാലകൃഷ്ണൻ MLA വീട്ടിൽ പരിശോധന നടത്തിയത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി ഇതുവരെ സൂചനകളില്ല. 2ാം ദിവസവും ചോദ്യം ചെയ്യൽ നടന്നു. നാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാളെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നരഭോജി കടുവ ഒരു ജീവനെടുത്ത മാനന്തവാടി പഞ്ചാരക്കൊല്ലി അതീവ ജാഗ്രതയിലാണ്. നരഭോജി കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകളും മേഖലയിൽ സജ്ജമാക്കി. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിലിനും വിപുലമായ ക്രമീകരണം വനംവകുപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതീവ ജാഗ്രത പുലർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുവയെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങുകയും ചെയ്തു. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, വലിയ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തേണ്ടതുണ്ട്. കാരണം ആ കടുവയെ ഈ സംഭവത്തിന് ശേഷവും നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതൊരു നരഭോജി കടുവ എന്ന ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. അതിനെ വെടിവെക്കാനുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. കൂട് സ്ഥാപിച്ചു. അതീവ ജാഗ്രതയിൽ ആ മേഖല തുടരുകയാണ്. രാത്രിയിൽ എന്തൊക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും സുർജിത്ത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോഴും
വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നോർത്തൺ CCF KS ദീപ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DFO മാർട്ടിൻ ഡോവലും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗത്തു നിന്നും, അതായത് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഉദ്യോഗസ്ഥരെ RRT ടീമിനെ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് ഉച്ചയ്ക്ക് ശേഷം കൂടും ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലാം എന്നുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ആ നടപടിയിലേക്ക് കടക്കുന്നു വനംവകുപ്പ് എന്നുള്ളതാണ്. ഇന്ന് രാത്രി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വനമേഖലയാണ്. ഇടതൂർന്ന വനമാണ്. സ്വാഭാവികമായും ആ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം അറിയാൻ അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല തേയിലക്കാടുകളും ഒപ്പം തന്നെ ഈ കാപ്പിത്തോട്ടങ്ങളും ഉള്ള പ്രദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ തെർമൽ നിരീക്ഷണം നടത്തിയാൽ പോലും ഈ കടുവ ഈ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന കാര്യം ഇത് വ്യക്തത കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം കടുവ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ആ മേഖലയിലേക്ക് എത്തി. അവിടെ നമ്മൾ എത്തുന്ന ഈ രാധയുടെ മൃതദേഹം കിടന്നിരുന്ന ആ പ്രദേശം, അതിനടുത്തുള്ള പ്രദേശം, അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പ്രദേശത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ 3 പേർ, അതായത് ഈ കടുവയെ നേരിട്ട് വീണ്ടും കണ്ട 3 പേർ നമ്മുടെ ക്യാമറയിലേക്കാണ് അവർ ഓടിയെത്തുന്നത്. അവർ നമ്മളോട് കൃത്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. കടുവ എഴുന്നേറ്റു, ഇവരുടെ ചലനം കണ്ട് കടുവ എഴുന്നേറ്റു. അത് നിന്ന ശേഷം ഒന്ന് ശരീരം കുടഞ്ഞു. അപ്പോൾ ഇവർ ഓടി മാറി താഴേക്ക് വന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിക്കുകയായിരുന്നു. ആ സമയം തന്നെ തണ്ടർബോൾട്ട് സംഘവും വനംവകുപ്പ് സംഘവും ഈ കാടിന്റെ ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് കടുവയാണ് ഇതെന്ന് തിരിച്ചറിയാൻ സ്വാഭാവികമായും ഈ ക്യാമറ ട്രാപ്പിലെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടി വരും. നാളെ രാവിലെ 6 മണിയോട് കൂടി തന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല 4 ലൈവ് ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് ക്യാമറയിലുള്ള വിഷ്വൽസ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ബേസ് ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉള്ളത്. ഇനി നാളെ നടക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായ ഇത്തരത്തിലുള്ള തിരച്ചിലിലേക്ക് തന്നെ വനംവകുപ്പ് എത്താനുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കൂടുതൽ RRT സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ അജേഷ് മോഹൻദാസ്, വെറ്റിനറി ഓഫീസറായിട്ടുള്ള അജേഷ് മോഹൻദാസ് എത്തിയിട്ടുണ്ട്. ചീഫ് വെറ്റിനറി ഓഫീസറായിട്ടുള്ള അരുൺ സക്കറിയ നാളെ രാവിലെയോടുകൂടി ഈ സംഘത്തിന്റെ ഭാഗമായി, ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെയാണ് രാധയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ OR കേളു വീട്ടിലെത്തി ധനസഹായം ഉൾപ്പെടെ കൈമാറുന്ന നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ളതിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി ബാക്കി തുക, അതായത് 6 ലക്ഷം രൂപ കൂടി അടുത്ത ദിവസം തന്നെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. രാധയുടെ ഭർത്താവ് അച്ചപ്പൻ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ബൈക്കിലാണ് ഈ രാധയെ ആ മേഖലയിലേക്ക് കൊണ്ടുചെന്ന് ആക്കുന്നത്. ആ കൊണ്ടുചെന്ന് ആക്കിയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കടുവാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം യൂണിഫോം ഇടാൻ വേണ്ടി വീട്ടിൽ പോയി യൂണിഫോം ധരിച്ചുകൊണ്ട് വേഗത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ സ്ഥലത്തേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഇത് സ്വന്തം ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ബോധമറ്റ് വീഴുന്ന ആ ഒരു കാഴ്ച, അത്രയധികം നൊമ്പരമുണ്ടാക്കുന്ന കാഴ്ച കണ്ട നാട്ടുകാർ നമ്മളോട് ആ വിവരം കൂടി പങ്കുവച്ചിരുന്നു. എന്തായാലും വനംവകുപ്പ് ഈ കടുവയെ ഒന്നുകിൽ പിടികൂടും അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലും. ആ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കൂടി ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ആ നടപടിയിലേക്ക് തന്നെയാണ് വനംവകുപ്പ് കടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വലിയ രീതിയിലുള്ള ഇപ്പോൾ വന്ന ഉത്തരവിൽ അത് കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ ഉത്തരവ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ SOP കർശനമായി പാലിച്ചാകണം നടപടികൾ എന്നുകൂടി ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടർ നടപടിയിലേക്ക് വളരെ വേഗത്തിൽ കടക്കുകയാണ് വനം വകുപ്പ്. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് രാധയെ കടുവ ആക്രമിച്ചു കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയത്. ഈ കാണുന്ന ഭാഗത്തു നിന്ന് 150 മീറ്റർ മാത്രം അകലെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ 8:30 സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു. കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് രാധ എത്തിയത്. തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഏതാനും ദൂരം വനത്തിനുള്ളിലൂടെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ്. മൃതദേഹം വളരെ അവസ്ഥയിലാണ്. അതായത് കയത്തിന് മുകളിലോട്ടില്ല, തലഭാഗമില്ല, അതുപോലെ ബാക്ക് സൈഡില്ല. ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടില്ല. ഒരു മുടിയുടെ ഒരു കഷ്ണം മാത്രം ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ പുറം ഇല്ല, എങ്ങനെ പുറത്തിന്റെ ഒരു പീസും ഇല്ല. ആ ഒരു കണ്ടീഷനിലാണ് അവിടെ മൃതദേഹം കിടക്കുന്നുണ്ടായത്. നാട്ടുകാരും
തണ്ടർബോൾട്ട് സംഘവും മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റിലെത്തിച്ചു. സംഭവസ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിനിടെ കടുവയെ വീണ്ടും കണ്ടുവെന്ന് നാട്ടുകാർ. അപ്പോൾ ഒരു ഗർജനം പോലെ കേട്ടു, ഒരു ഗ്രറെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിസരം എല്ലാം വായിച്ച് ലേശം നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടാണ്, നല്ല ഹൈറ്റാ. ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി. ഒരു ഭാഗം വനം, കാപ്പി തേയിലത്തോട്ടങ്ങൾ മറുഭാഗത്ത്. വന്യമൃഗശല്യം രൂക്ഷമെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അതേസമയം കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മന്ത്രിക്ക് ഈ സ്ഥലത്ത് നേരിടേണ്ടി വന്നത്. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിനാണ് പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിച്ചത്. കടുവയെ കൊല്ലാതെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും നാട്ടുകാർ. അപ്പൊ ഈ പുല്ലിനെ കൊണ്ടിങ്ങനെ ഇട്ടാലേ ഞങ്ങൾക്ക് ജീവിക്കാണോ? അതുകൊണ്ട് പുല്ലിനെ പോയി പിടിക്കട്ടെ അവരെ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിന് നേരെയും കടുത്ത പ്രതിഷേധം. പ്രതിഷേധക്കാരെ ശാന്തരാക്കാൻ മന്ത്രി ശ്രമിച്ചെങ്കിലും കടുവയെ കൊല്ലുമെന്ന ഉറപ്പ് വേണമെന്ന നിലപാട്. കടുവനെ നമുക്ക് കൂട് വെച്ചിട്ടോ മയക്ക് വെടി വെച്ചിട്ടോ അടിയന്തരമായി പിടിച്ച് ഇതിനെ ഒഴിവാക്കണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അതാണ് ജനങ്ങളുടെ വികാരം. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പുറത്ത് പ്രതിഷേധം തുടർന്നു. ഇതിനിടെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്ത്. ഇക്കാര്യം മന്ത്രി അറിയിച്ചു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂട് വെക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അപ്പം എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കുക ഒരു വശം നമ്മൾ നോക്കും. മറ്റേ ചില ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മൾ വെടിവെക്കാനുള്ള നടപടികൾ നമ്മൾ മറുവശം ശ്രമിക്കും. ഇതോടെ പ്രതിഷേധത്തിന് താൽക്കാലിക ശമനം. പിന്നാലെ മൃതദേഹം മാനന്തവാടിയിലെ വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടുവയെ വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കായി നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS ദീപയെ ചുമതലപ്പെടുത്തി. കടുവാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ദ്രുതകർമ്മസേനയെ വിന്യസിക്കും. വിദഗ്ധ ഷൂട്ടർമാരും വെറ്ററിനറി ഡോക്ടർമാരും ജില്ലയിലെത്തും. എന്നാൽ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യമാണ് ബാക്കി. മനു ദാമോദരനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. മുനമ്പം ഭൂമി കേസിൽ സുപ്രധാന രേഖ 24-ന്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് പ്രകാരം മുനമ്പത്തെ തർക്കഭൂമി പുഴ പുറമ്പോക്കാണ്. സെൻട്രൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ച രേഖകളുടെ പകർപ്പാണ് 24 ലഭിച്ചത്. 24 ബിഗ് ബ്രേക്ക്. സർക്കാരിൻ്റെ പുഴ പുറമ്പോക്ക് ഭൂമിയാണ്. അത് കാരണം 1901 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ അത് പബ്ലിഷ് ചെയ്തത് 1905-ലാണ്. അതിനകത്ത് അത് പുഴ പുറമ്പോക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുറമ്പോക്ക് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പുഴയെന്നും എഴുതിയിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്യാമ, ഈ രേഖ ഈ ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളിലും ഇപ്പോൾ നടക്കുന്ന ട്രിബ്യൂണലിലെ നടപടിയിലുമൊക്കെ വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതനുസരിച്ച് ഈ തർക്കപ്രദേശമാകെ ഒരു പുഴ പുറമ്പോക്ക് എന്ന നിലയിലാണോ റവന്യൂ രേഖകളിൽ കാണുന്നത്? ആ നിലയിലാണോ അതിനെ കണക്കിലെടുക്കാൻ കഴിയുക ഇനിയിപ്പോൾ? വിജയകുമാർ, മുനമ്പത്തെ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു രേഖയാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. അത് 1901 തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പാണ്. അത് 1905 പുറത്തു വരുന്നു. ആ രജിസ്റ്റർ പ്രകാരം മുനമ്പത്ത് ഇപ്പോൾ തർക്കഭൂമിയായി കണക്കാക്കുന്ന ആ പ്രദേശം ഏകദേശം 500 ഏക്കറിലധികം സ്ഥലം പുഴപ്പുറമ്പോക്ക് ആണ് എന്ന് അന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ രേഖകൾ പറവൂരിലെ നിലവിലെ താലൂക്ക് ഓഫീസിൽ നിന്നുൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് സെൻട്രൽ ആർക്കൈവ്സിൽ വളരെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു രേഖ കൂടിയാണ്. അതിന്റെ വിവരാവകാശ നിയമപ്രകാരം എടുത്ത പകർപ്പാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്ന്. ഇതേ ആവശ്യം തന്നെയാണ് മുനമ്പത്തെ സമരസമിതിയും ഉന്നയിച്ചിരുന്നത്. അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത്. ഏകദേശം സമരസമിതി പറഞ്ഞ അതേ നിലപാടിനോട് യോജിക്കുന്ന രേഖ, അത് രാജഭരണകാലത്തുള്ള രേഖയാണ്, തിരുവിതാംകൂർ സർക്കാർ തയ്യാറാക്കിയ രേഖയാണ്. പക്ഷേ അത് സെൻട്രൽ ആർക്കൈവ്സിൽ സുരക്ഷിതമായി ഉണ്ടായിരുന്നു. ആ രേഖയുടെ പകർപ്പാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ
സിറ്റിംഗിൽ ട്രിബ്യൂണൽ വഖഫ് ട്രിബ്യൂണൽ ഉൾപ്പെടെ ചോദിച്ചിരുന്നു 1901 ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ടോ എന്നുള്ളത്. ആ രേഖ ഈ സ്വാഭാവികമായും അടുത്ത ദിവസം സിറ്റിംഗ് നടക്കുമ്പോൾ ഇത് ഹാജരാക്കും. മുനമ്പം സമരസമിതി ഉൾപ്പെടെ ഈ രേഖ ഹാജരാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഈ രേഖ ഹാജരാക്കുന്നതോടുകൂടി ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം തെളിയിക്കപ്പെടാനുള്ള സാധ്യതയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് മുനമ്പം സമരസമിതിയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ആധികാരിക രേഖ കൂടിയാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടതും അടുത്ത ദിവസം ട്രിബ്യൂണലിന്റെയും കമ്മീഷന്റെയും മുന്നിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതും. യെസ്, തന്നെയുമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്നതും ഈ രേഖ തന്നെയാണ്. 1901 രേഖയുണ്ടോ എന്ന് ട്രിബ്യൂണൽ ചോദിച്ചിരുന്നു. ഇതാണ് ആ രേഖ എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് പുഴ പുറമ്പോക്ക് എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ആർക്കൈവ്സിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇനിയുള്ള നിയമ നടപടികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ രേഖയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി തർക്കത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ തീരുമാനത്തെ വിമർശിച്ച് ഹൈക്കോടതി. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് കോടതി ചോദിച്ചു. കമ്മീഷനെ നിയമിച്ചതിൽ ബുധനാഴ്ച വിശദീകരണം നൽകണമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് CN രാമചന്ദ്രനെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ വേദിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബിച്ചു കുര്യൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത് അതിരൂക്ഷ വിമർശനം. കമ്മീഷനെ സർക്കാർ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണ്. വഖഫ് കേന്ദ്രപരിധിയിൽ വരുന്ന വിഷയമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സിവിൽ കോടതി തീർപ്പാക്കിയ കേസിൽ ഇടപെടാനാകില്ല. കമ്മീഷന്റെ നിയമനം ദോഷകരമായ ഫലമുണ്ടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഭൂവിഷയം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലാണെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിൽ കയ്യാങ്കളി. യോഗത്തിൽ പ്രതിഷേധിച്ച് 10 പ്രതിപക്ഷ എംപിമാരെ JPC ചെയർമാൻ ജഗദംബിക പാൽ സസ്പെൻഡ് ചെയ്തു. എംപിമാർ മോശം പദപ്രയോഗം നടത്തിയെന്നാണ് BJPയുടെ ആരോപണം. വഖഫ് നിയമ ഭേദഗതിയിൽ അവസാന ഹിയറിംഗിനായി ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിലായിരുന്നു കയ്യാങ്കളി. 24, 25 തീയതികളിലായി നിശ്ചയിച്ചിരുന്ന യോഗം 27-ാം തീയതിയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അധ്യക്ഷൻ ജഗദാംബിക പാൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. दिल्ली इलेक्शन है इसलिए उनको जल्दीबाजी है, पॉलिटिकली मोटिवेटेड. हम लोग बार-बार रिक्वेस्ट किया कभी वो नहीं सुनता है. चेयरमैन किसी को बात सुनता नहीं है, इसे जमींदारी भी हो गया. യോഗത്തിൽ പ്രതിഷേധിച്ച 10 പ്രതിപക്ഷ എംപിമാരെ പാനലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തേക്കാണ് നടപടി. കല്യാൺ ബാനർജി തനിക്കെതിരെ മോശം പദപ്രയോഗം നടത്തിയെന്നും JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ. कल्याण बनर्जी ने आज इस कमेटी की बैठक में हंगामा किया और बिल के अंदर आकर के झगड़ा करने की कोशिश किया, गालियां दिया. मुझे लगता है आज उन्होंने सारी मर्यादा और सारी सीमाएं तोड़ दी. JPC റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിന് മുൻപായി സമർപ്പിക്കാനാണ് നീക്കം. റിപ്പോർട്ടിന് അന്തിമ അംഗീകാരം നൽകാനുള്ള യോഗം ജനുവരി 27-ന് ചേരും. വിനീത VG 24 ഡൽഹി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.